കോഴിക്കോട് മലയോരത്ത് ശക്തമായ മഴ തുടരുന്നു. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. പുഴകളുടെ തീരത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടൂളിയിൽ കനത്ത മഴയിൽ കിണറിടിഞ്ഞ് താഴ്ന്നു. മാവൂരിൽ നിന്ന് VS രഞ്ജിത്ത് നമുക്കൊപ്പം. രഞ്ജിത്ത്, ഇപ്പോൾ നിൽക്കുന്ന ഇടത്ത് എത്രത്തോളം മഴ നാശം വിതച്ചിട്ടുണ്ട്? പുഴയുടെയൊക്കെ തീരത്ത് താമസിക്കുന്നവരെയൊക്കെ അവിടെ നിന്ന് മാറ്റിയോ? സുജയ, ഞാനുള്ളത് മാവൂർ കച്ചേരിക്കുന്ന് ഭാഗത്താണ്. ഇവിടെ ഇപ്പോൾ ഈ പാടത്തോട് ചേർന്നിട്ടുള്ള വീടുകളിൽ 3 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടുന്ന് 3 വീട്ടിലെ ആളുകളെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതിൽ 2 വീട്ടുകാർ ബന്ധു വീടുകളിലേക്കും സുഹൃത്തുക്കളുടെ വീട്ടിലേക്കൊക്കെയാണ് പോയിട്ടുള്ളത്. ഒരു വീട്ടുകാരെ ഇവിടെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. വില്ലേജ് ഓഫീസറും അതുപോലെ ഹെൽത്ത് ഓഫീസറും വാർഡ് കൗൺസിലറും ഒക്കെ ഇവിടെ സ്ഥലത്തുണ്ട്. ഇപ്പോൾ എത്ര വീട്ടുകാരെ മാറ്റി ഇവിടുന്ന്? സാധാരണ ഇങ്ങനെ തുടക്കം തന്നെ വെള്ളം കയറുന്ന സ്ഥലമാണ്. 3 വീട്ടുകാരെ ആദ്യം തന്നെ മാറ്റലുണ്ട്. ക്യാമ്പുകൾ സജ്ജമാണോ? കൂടുതൽ വെള്ളം കയറുകയോ അങ്ങനെ പ്രശ്നം ഉണ്ടാവുകയാണ്? സജ്ജമാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ എല്ലാ സംവിധാനവും അവിടെ ചെയ്തിട്ടുണ്ട്. വില്ലേജ് ഓഫീസറുടെ നേതൃത്വം സാധാരണ ക്യാമ്പ് ചെരിക്കുന്ന സാംസ്കാരിക നിലയത്തിൽ അവിടെ താമസിപ്പിക്കാൻ പറ്റും. അവിടെ 20 ആളുകൾ നമുക്ക് അംഗനവാടിയും സാംസ്കാരിക നിലയവും 20 ആൾക്ക് നമുക്ക്. ഈ ഭാഗത്ത് മുകളിലേക്ക് വെള്ളം കയറാറുണ്ടോ? മുകളിലേക്ക് വെള്ളം കയറാറുണ്ട്. എന്തായാലും 20 വീടുമൊക്കെ നമുക്ക് വെള്ളം കയറാറുണ്ട് അവിടെ. ഈ മാവൂർ ഭാഗം എന്ന് പറയുന്നത് സാധാരണ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുന്ന മാവൂർ ചെറുപ്പ ഭാഗങ്ങളിലൊക്കെ ഈ വലിയ വെള്ളപ്പൊക്കത്തിനൊക്കെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇനി കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം മുകളിലേക്ക് കയറാനുള്ള ഒരു 10-11 വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്ന് വാർഡ് കൗൺസിലർ പറയുന്നു. മലയോര മേഖലയിലൊക്കെ വളരെ ശക്തമായ മഴയാണ്. ഇരവഞ്ഞിപ്പുഴയും പൂനൂർ പുഴയും ചെറുപുഴയും ഒക്കെ കരകവിഞ്ഞൊഴുകുന്നു. കക്കാടംപൊയിൽ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ട്. ഇന്നലെ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കോഴിക്കോട് നഗരത്തിലും നന്നായിട്ട് മഴ പെയ്യുന്നു. ഇപ്പോൾ ഒരല്പം മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ കൂടി മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചാറ്റൽ മഴ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ടൂളിയിൽ ഒരു കിണറിടിഞ്ഞ് വീണ് വീട്ടിലൊരു കിണറിടിഞ്ഞ് വീണ് സാരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. മറ്റ് മഴക്കെടുതികളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ളത്. ഏതായാലും മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്, നിർത്താതെ പെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ വലിയ തോതിൽ വെള്ളപ്പൊക്കവും മഴക്കെടുതികളിലും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വെള്ളപ്പൊക്ക കാലഘട്ടമൊക്കെ ഓർക്കുന്നു. ഇവിടുത്തെ ആളുകളൊക്കെ ഇവിടുന്ന് മാറിപ്പോയതൊക്കെ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന 2 വീടുകളും ഇതിന് തൊട്ട് മുകളിലൊരു വീടുമാണ് വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറി ആളുകൾ മാറി താമസിച്ചിട്ടുള്ളത്. ശരി, VS രഞ്ജിത്താണ് മാവൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. 3 വീടുകളിലാണ് വെള്ളം കയറിയത്. 2 പേർ ബന്ധു വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. പലയിടത്തും വെള്ളം ഉയർന്നു വരുന്നത് പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്കൊക്കെ ഒരു ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ വരുമ്പോൾ അത് കൃത്യമായി പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്ന്